ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. നീലക്കോഴികളുടെ ശല്യത്തിൽ പൊറുതിമുട്ടി കോട്ടാറ്റ് പാടശേഖരത്തെ കർഷകർ. കൂട്ടമായി എത്തുന്ന നീലക്കോഴികൾ നെൽക്കതിരുകൾ നശിപ്പിക്കുന്നത് കർഷകർക്ക് കനത്ത നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. പെരുമ്പിലാവ് തിപ്പിലശ്ശേരിയിൽ സഹോദരിയെ കുത്തി പരിക്കേൽപ്പിച്ച 52-കാരൻ ആത്മഹത്യ ചെയ്തു. വാക്കുതർക്കത്തെ തുടർന്ന് സഹോദരൻ കത്തിയെടുത്ത് സഹോദരിയെ കുത്തുകയായിരുന്നു. മനോവിഷമത്തിൽ പിതാവ് മരിച്ചു. KPCCയുടെ സമരാഗ്നി യാത്രയ്ക്ക് ഫെബ്രുവരി 18-ന് ചാലക്കുടിയിൽ സ്വീകരണം നൽകും. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിന് മുൻപിൽ വൈകിട്ട് 5 മണിക്കാണ് സ്വീകരണവും പൊതുസമ്മേളനവും നടക്കുക. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. നീലക്കോഴികളുടെ ശല്യത്തിൽ പൊറുതിമുട്ടി കോട്ടാറ്റ് പാടശേഖരത്തെ കർഷകർ. കൂട്ടമായി എത്തുന്ന നീലക്കോഴികൾ നെൽക്കതിരുകൾ നശിപ്പിക്കുന്നത് കർഷകർക്ക് കനത്ത നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. നീലക്കോഴികളെ ശല്യമൊഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന കർഷകരുടെ ആവശ്യവും ബന്ധപ്പെട്ടവർ ചെവിക്കൊള്ളുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. കോട്ടാറ്റ് പാടശേഖരത്ത് 150ഓളം ഏക്കർ സ്ഥലത്ത് 70-ൽ പരം കർഷകരാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. കൊയ്ത്തിന് പാകമായ നെൽക്കതിരുകളാണ് ഇവ നശിപ്പിക്കുന്നത്. നെൽക്കതിരുകൾ തിന്നും ചെടികൾ ഒടിച്ചിട്ടും ഇവ കനത്ത നാശമാണ് വരുത്തിവെക്കുന്നത്. പല കർഷകരും നീലക്കോഴികളെ ഓടിക്കാനായി തൊഴിലാളികളെ കൃഷിയിടത്ത് നിർത്തിയിട്ടുണ്ട്. എന്നാൽ രാത്രികാലങ്ങളിൽ നീലക്കോഴികളെത്തി കൃഷി നശിപ്പിക്കുന്നുണ്ട്. ഓട്ടുകമ്പനികൾക്കായി പാടശേഖരത്ത് നിന്നും മണ്ണെടുത്ത വലിയ കുഴികളാണ് നീലക്കോഴികളുടെ താവളം. 100 കണക്കിന് നീലക്കോഴികളാണ് ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. നീലക്കോഴികളുടെ ശല്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന കർഷകരുടെ ആവശ്യവും ബന്ധപ്പെട്ടവർ ചെവിക്കൊള്ളുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. കടമെടുത്തും ലോണെടുത്തും കൃഷിയിറക്കിയ കർഷകരെ നീലക്കോഴികളുടെ ശല്യം കടക്കണിയിലാക്കും. മുൻ വർഷങ്ങളിലും നീലക്കോഴികളുടെ ശല്യത്തെ തുടർന്ന് കർഷകർക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നഗരസഭയിലെ ഏറ്റവും വലിയ പാടശേഖരം കൂടിയാണ് കോട്ടാറ്റ് പാടശേഖരം. നീലക്കോഴികളുടെ ശല്യത്തെ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്നും പിന്മാറാൻ ഒരുങ്ങുകയാണ്. മീഡിയ ടൈം, ചാലക്കുടി. പെരുമ്പിലാവ് തിപ്പിലശ്ശേരിയിൽ സഹോദരിയെ കുത്തി പരിക്കേൽപ്പിച്ച 52-കാരൻ ആത്മഹത്യ ചെയ്തു. വാക്കുതർക്കത്തെ തുടർന്ന് സഹോദരൻ കത്തിയെടുത്ത് സഹോദരിയെ കുത്തുകയായിരുന്നു. മനോവിഷമത്തിൽ പിതാവ് മരിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവങ്ങൾ ഉണ്ടായത്. പെരുമ്പിലാവ് തിപ്പിലശ്ശേരിയിൽ മടപ്പാട്ടുപറമ്പിൽ വീട്ടിൽ 52 വയസ്സുള്ള കുഞ്ഞുമോനാണ് സഹോദരി ഹസീനയെ കുത്തിയ ശേഷം ജീവനൊടുക്കിയത്. മരണവിവരമറിഞ്ഞാണ് കുഞ്ഞുമോന്റെ പിതാവ് 85 വയസ്സുള്ള അബൂബക്കർ മരിച്ചത്. കുഞ്ഞുമോനും സഹോദരിയുമായി സ്വത്ത് തർക്കം നിലനിന്നിരുന്നു. ഇന്ന് രാവിലെ 6 മണിയോടെ സഹോദരി ഹസീനയോടൊപ്പം താമസിക്കുന്ന അസുഖബാധിതനായ പിതാവ് അബൂബക്കറിനെ കാണാൻ കുഞ്ഞുമോൻ എത്തിയിരുന്നു. വാക്കുതർക്കത്തെ തുടർന്ന് കുഞ്ഞുമോൻ കത്തിയെടുത്ത് ഹസീനയെ കുത്തുകയായിരുന്നു. കുഞ്ഞുമോന്റെ ആക്രമണത്തിൽ ചെവിക്ക് പുറകിൽ പരിക്കേറ്റ ഹസീന പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. പിന്നാലെയാണ് തൊട്ടടുത്തുള്ള പറമ്പിലെ മരത്തിൽ കുഞ്ഞുമോൻ തൂങ്ങി മരിച്ചത്. മീഡിയ ടൈം, തൃശൂർ. ബിവറേജസ് ഔട്ട്ലെറ്റ് മാറ്റാൻ നവകേരള സദസ്സിൽ നൽകിയ പരാതിക്ക് പരിഹാരമായി. തിരക്കേറിയ പറവൂർ ആലുവ റോഡിലെ കൊടുംവളവിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പന കേന്ദ്രമാണ് പൂട്ടാൻ നടപടിയായത്. ശക്തമായ പ്രതിഷേധങ്ങൾ മറികടന്നാണ് വർഷങ്ങൾക്ക് മുൻപ് അധികൃതർ ഔട്ട്ലെറ്റ് സ്ഥാപിച്ചത്. പറവൂർ ആലുവ റോഡിലെ കൊടുംവളവിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പന കേന്ദ്രത്തിന്റെ തൊട്ടടുത്തായി ഒരു മൃഗാശുപത്രിയും സമീപങ്ങളിലായി 3ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി സമരങ്ങളും നടന്നിരുന്നു. ശക്തമായ പ്രതിഷേധങ്ങൾ മറികടന്നാണ് വർഷങ്ങൾക്ക് മുൻപ് അധികൃതർ ഔട്ട്ലെറ്റ് സ്ഥാപിച്ചത്. തിരക്കേറിയ റോഡും കൊടുംവളവായതിനാൽ 100 കണക്കിന് അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപകടങ്ങളിൽ 3 പേർ മരണപ്പെടുകയും ചെയ്തു. കോട്ടപ്പുറം പൗരസമിതി ജനറൽ കൺവീനർ മനാഫ് ഫാരിസിന്റെ നേതൃത്വത്തിൽ 150-ലേറെ പേർ ഒപ്പിട്ട നിവേദനം നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നൽകിയതിനെ തുടർന്നാണ് എക്സൈസ് അധികൃതർ ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കാൻ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷന് നിർദ്ദേശം നൽകിയത്. മീഡിയ ടൈം, പറവൂർ. KPCCയുടെ സമരാഗ്നി യാത്രയ്ക്ക് ഫെബ്രുവരി 18-ന് ചാലക്കുടിയിൽ സ്വീകരണം നൽകും. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിന് മുൻപിൽ വൈകിട്ട് 5 മണിക്കാണ് സ്വീകരണവും പൊതുസമ്മേളനവും നടക്കുക. തൃശൂർ ജില്ലയിൽ 2 സ്ഥലങ്ങളിലാണ് സ്വീകരണം നൽകുന്നത്. തൃശൂർ തേക്കിൻകാട് മൈതാനവും ചാലക്കുടിയിലുമാണ് സ്വീകരണം.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കും വിലക്കയറ്റം, അഴിമതി, ധൂർത്ത്, ക്രമസമാധാന തകർച്ച എന്നിവയ്ക്കുമെതിരെ KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും സംയുക്തമായി നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് ഫെബ്രുവരി 18-ന് ചാലക്കുടിയിൽ സ്വീകരണം നൽകും. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിന് മുൻപിൽ വൈകിട്ട് 5 മണിക്കാണ് സ്വീകരണവും പൊതുസമ്മേളനവും നടക്കുക. തൃശൂർ ജില്ലയിൽ 2 സ്ഥലങ്ങളിലാണ് സ്വീകരണം നൽകുന്നത്. തൃശൂർ തേക്കിൻകാട് മൈതാനവും ചാലക്കുടിയിലുമാണ് സ്വീകരണം. ചാലക്കുടി, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, പുതുക്കാട് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ചാലക്കുടിയിലെ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കും. ചാലക്കുടിയിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റന്മാർക്കൊപ്പം ദേശീയ സംസ്ഥാന നേതാക്കളും പങ്കെടുക്കും. വൈകിട്ട് 5-ന് നോർത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും മണ്ഡലം അടിസ്ഥാനത്തിൽ പ്രകടനം നടത്തും. കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, പുതുക്കാട് നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകർ വരുന്ന വാഹനങ്ങൾ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ട്, ട്രാംവേ റോഡ്, NH സർവീസ് റോഡ് എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യണമെന്ന് നേതാക്കൾ അറിയിച്ചു. സ്വീകരണ സമ്മേളനത്തിൽ 20,000 പേർ പങ്കെടുക്കും. മീഡിയ ടൈം, ചാലക്കുടി. രാജീവ് ഗാന്ധി ശില്പത്തിന്റെ കഴുത്തിൽ ചരട് കെട്ടി സമരാഗ്നി ബോർഡ് സ്ഥാപിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. സോഷ്യൽ മീഡിയയിലടക്കം സംഭവം ചർച്ചയായതിനു പിന്നാലെ ബോർഡ് കോൺഗ്രസ് പ്രവർത്തകർ നീക്കം ചെയ്തു. സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ പോസ്റ്റർ ബോർഡാണ് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിനെ നാണക്കേടിലേക്ക് നയിച്ചത്. രാജീവ് ഗാന്ധിയുടെ പ്രതിമയെ അവഹേളിക്കുന്ന തരത്തിൽ ബോർഡ് സ്ഥാപിച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം. പ്രതിമയുടെ കഴുത്തിൽ തന്നെ കയർ മുറുക്കി കെട്ടിയതാണ് ബോർഡ് വിവാദത്തിന് ഇടയാക്കിയത്. KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ പോസ്റ്റർ ബോർഡാണ് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിനെ നാണക്കേടിലേക്ക് നയിച്ചത്. സമരാഗ്നിയുടെ വിജയത്തിനായി നാടൊട്ടാകെ പോസ്റ്ററും ബാനറും സ്ഥാപിക്കുന്നതിനിടെ ലൂർദ് പള്ളിക്ക് സമീപം രാജീവ് ഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയുടെ മുമ്പിലിട്ടായിരുന്നു ബോർഡ് സ്ഥാപിച്ചത്. കെട്ടിയ ചരട് രാജീവ് ഗാന്ധിയുടെ കഴുത്തിലായത് രാജീവ് ഗാന്ധിയെ അപമാനിച്ചതിന് തുല്യമാണെന്ന് കോൺഗ്രസ് പ്രവർത്തകരും മറ്റുള്ളവരും വിമർശനവുമായി രംഗത്തെത്തി. നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്താലോ എന്നായി സോഷ്യൽ മീഡിയ കമന്റുകൾ. ഇതോടെയാണ് സംഭവത്തിന്റെ അപകടം കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചറിഞ്ഞത്. ബോർഡ് വീഴാതെയിരിക്കാൻ ബലത്തിനു വേണ്ടി കെട്ടിയതാണെന്ന് പ്രവർത്തകർ വിശദീകരിച്ചെങ്കിലും രാജീവ് ഗാന്ധിയുടെ പ്രതിമയോട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അനാദരവ് കാട്ടിയെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ മുറുകി. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തതോടെ ജില്ലാ നേതൃത്വം നേരിട്ട് പ്രശ്നത്തിൽ ഇടപെട്ട് പോസ്റ്റർ നീക്കം ചെയ്യുകയായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. വടക്കേക്കര പഞ്ചായത്തിലെ സത്താർ ദ്വീപിലേക്കുള്ള പാലത്തിന്റെ തൂണുകൾക്കും കൈവരികൾക്കും ബലക്ഷയം. ദ്വീപിലേക്ക് പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇടുങ്ങിയ പാലത്തിന് പകരം ദ്വീപിലേക്ക് വലിയ വാഹനങ്ങൾ വരാവുന്ന വിധത്തിൽ സൗകര്യമുള്ള പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 3 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള സത്താർ ഐലൻഡ് പാലം ജീർണാവസ്ഥയിലാണ്. പാലം തകർന്നാൽ ദ്വീപിൽ താമസിക്കുന്ന 114 കുടുംബങ്ങളുടെ യാത്രാമാർഗമാണ് അടയുക. ദ്വീപിലേക്ക് പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും നിവേദനം സമർപ്പിച്ചു. പാലം നിർമ്മാണത്തിനായി മണ്ണ് പരിശോധനയും ടോട്ടൽ സ്റ്റേഷൻ സർവേയും നടത്തി സ്കെച്ച് തയ്യാറാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുങ്ങിയ പാലത്തിന് പകരം ദ്വീപിലേക്ക് വലിയ വാഹനങ്ങൾ വരാവുന്ന വിധത്തിൽ സൗകര്യമുള്ള പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പിള്ളേർക്ക് പോലും പഠിക്കാൻ പോകാൻ പറ്റാത്തൊരു അപകടത്തിലേക്ക്, കാരണം വെച്ചാൽ എൻ്റെ കൈവരികൾ പോയി പിന്നെ പറഞ്ഞാൽ ഒരു ഓട്ടോ നടന്നു വന്നാൽ കൊച്ചിന് അവിടെ സ്കൂളിൽ പോകണമെങ്കിൽ തന്നെ അതിനകത്ത് മാറാനുള്ള സൗകര്യമില്ല. ശരിക്കും ഈ പാലം കൊണ്ട് ഇപ്പോൾ ശരിക്കും ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാലം നല്ലൊരു പാലോട് വരണം, പിന്നെ വെള്ളം കയറി ജീവിക്കാനുള്ള അവസ്ഥയാണ്. ഓരോ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ കൈവരി പോയിരിക്കുകയാണ്. ഒരു കൊച്ചി വന്നു കഴിഞ്ഞാൽ ആവശ്യം പിടിച്ചു കഴിഞ്ഞാൽ കൊച്ചി എടുത്തി പോകും. ഒരു സൈക്കിളിന് ഞാൻ വന്നാൽ ഓട്ടോ വന്നു കഴിഞ്ഞാൽ തിരിച്ച് വന്നോളാം. നമ്മള് ഏതെങ്കിലും സൈഡിൽ കയറി നിൽക്കണം, പക്ഷെ ആ കൈവരി താർന്നിക്കണേന്റെ പോകും. മീഡിയ ടൈം, പറവൂർ. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. സ്പീക്കറിനുള്ളിലും ശരീരത്തിലുമായി ഒളിപ്പിച്ചു കടത്തിയ 1.25 കോടി രൂപയിലേറെ വിലമതിക്കുന്ന സ്വർണം വിമാനത്താവളത്തിലെ കസ്റ്റംസ് വിഭാഗമാണ് പിടിച്ചത്. ആകെ 1599 ഗ്രാം തൂക്കം വരുന്ന സ്വർണമാണ് സ്പീക്കറിനകത്ത് ഒളിപ്പിച്ചു കടത്തിയത്. ഷാർജയിൽ നിന്ന് വന്ന പാലക്കാട് സ്വദേശി റഫീഖാണ് സ്വർണം കടത്തിയത്. ഇയാളുടെ ലഗേജ് സ്ക്രീൻ ചെയ്തപ്പോൾ അതിനകത്തുണ്ടായിരുന്ന സ്പീക്കറിനകത്ത് മെറ്റൽ എന്ന് സംശയം തോന്നുന്ന എന്തോ വസ്തു ഉള്ളതായി കണ്ടു. സംശയം തോന്നിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്പീക്കർ തുറന്നു പരിശോധിക്കാൻ തീരുമാനിച്ചു. പിന്നീട് ബാഗ് തുറന്ന് സ്പീക്കർ പുറത്തെടുത്ത് പൊളിച്ചു നോക്കിയപ്പോഴാണ് ഇതിനകത്ത് സ്വർണം കണ്ടെത്തിയത്. ആകെ 1599 ഗ്രാം തൂക്കം വരുന്ന സ്വർണമാണ് സ്പീക്കറിനകത്ത് ഒളിപ്പിച്ച് കടത്തിയത്. തുടർന്ന് റഫീഖിനെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ചു.
ഇയാളുടെ ശരീരത്തിലും സ്വർണമുണ്ടായിരുന്നു. 4 പാക്കറ്റുകളിലായി സൂക്ഷിച്ച സ്വർണമാണ് ഇയാളുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത്. ഇതിന് 683 ഗ്രാം തൂക്കമുണ്ടായിരുന്നു. പ്രതിയെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. മീഡിയ ടൈം, നെടുമ്പാശ്ശേരി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ പൈനൂർ കായൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിച്ചു. എടത്തുരുത്തി പഞ്ചായത്തിലെ പൈനൂർ പ്രദേശത്തെ 148 ഹെക്ടർ കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണിത്. പദ്ധതിക്കായി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ ഭൂവുടമകളെ ആദരിച്ചു. പൈനൂർ കായലിൽ നിന്നും മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് എത്തിക്കുന്നതിനും ഉപ്പുവെള്ളം തടയുന്നതിനും ജലസംരക്ഷണത്തിനുമായി സ്രോതസ്സുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. 1995 ഭരണാനുമതി ലഭിച്ച പദ്ധതി ഭൂമി വിട്ടുകിട്ടാൻ കാലതാമസം നേരിട്ടതിനാൽ വൈകുകയായിരുന്നു. ET ടൈസൺ മാസ്റ്റർ MLAയുടെ ഇടപെടലിനെ തുടർന്നാണ് ഭരണാനുമതി ലഭിച്ചത്. പമ്പ് ഹൗസ് പുനരുദ്ധാരണം, പമ്പ് ഹൗസിലേക്കുള്ള ബണ്ട് റോഡ് നിർമ്മാണം, മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിക്കലും പൈപ്പിടുന്ന പ്രവൃത്തികളും കനാൽ ട്രഫ് നിർമ്മാണവും പൂർത്തീകരിച്ചു. പൈനൂർ പൂക്കോട്ട് ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ ET ടൈസൺ അധ്യക്ഷനായി. പദ്ധതിക്കായി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ ഭൂവുടമകളെ ആദരിച്ചു. എറണാകുളം മൈനർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ CV സുരേഷ് ബാബു, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, വാർഡ് മെമ്പർ PH ബാബു, മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R അജയ്കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, കയ്പമംഗലം. ഇനി നാട്ടിൽ നടന്നത്. മാള അമ്പഴക്കാട് യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് പോസ്റ്റിലിടിച്ചു ഒരാൾ മരണപ്പെട്ടു. വൈന്തര സ്വദേശിയായ കാര്യാട്ടുപറമ്പിൽ സുമേഷ് സുബ്രനാണ് മരണപ്പെട്ടത്. സുഹൃത്തായ വൈന്തര സ്വദേശി വട്ടോളി വീട്ടിൽ വിഘ്നേഷ് സുരേഷിനെ പരിക്കുകളോടെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 11 മണിയോടുകൂടെയാണ് അപകടം നടന്നത്. വായു മലിനീകരണവും അന്തരീക്ഷ മലിനീകരണവും സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഐരാണിക്കുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കമ്പനിക്ക് മുന്നിൽ കൂട്ടധർണ നടത്തി. വാർഡ് മെമ്പർ PS സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാ ആളുകളും, ഇതിൽ കൂടുതൽ ആളുകൾ നമ്മുടെ ഈ സമരരംഗത്ത് ഇറങ്ങും എന്നുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഈ ധർണ ഒരിക്കൽ കൂടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കമ്പനിയുടെ പ്രവർത്തനം ജനങ്ങൾക്ക് ദുസ്സഹമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയാൽ ഈ കമ്പനിക്ക് വേണ്ടി പോരാടാനായിട്ട് ഇവിടെയുള്ള ജനകീയ സമിതിയും ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ഉണ്ടാവുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. KG മോഹനൻ അധ്യക്ഷത വഹിച്ചു. MP ശശിധരൻ, സാജു മണവാളൻ, ബൈജു കൊടിയൻ, KG നന്ദകുമാർ, ബിജോയ്, സേവ്യർ മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. കമ്പനിയിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം ശ്വസിച്ച് ആളുകൾക്ക് പലവിധ രോഗങ്ങൾ വരികയാണ്. മലിനജലം തുറന്നുവിട്ട് ഭൂമിയെ മലിനമാക്കുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ മൗനം വെടിയുക തുടങ്ങിയ ആരോപണങ്ങളും സമരക്കാർ ഉന്നയിച്ചു. മാള ചക്കാമ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം ആഘോഷിച്ചു. ആറാട്ട്, കാഴ്ചശീവേലി, ദീപാരാധന, ചുറ്റുവിളക്ക്, ഗുരുതി തർപ്പണം, താലി സ്വീകരണം, വിവിധ ദേശക്കാരുടെ താലാഘോഷം, സമ്മാന വിതരണം എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പൂപ്പത്തി അധകൃതോദ്ധാരിണി പ്രൈമറി സ്കൂൾ 95ാം വാർഷികം ആഘോഷിച്ചു. യാത്രയപ്പ് സമ്മേളനം, അധ്യാപക രക്ഷാകർതൃദിനം, എൻഡോമെന്റ് വിതരണം എന്നിവ ആഘോഷത്തോടനുബന്ധിച്ചു നടന്നു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. ടീച്ചറായിരുന്നു, അമ്മയെ പോലെ ആയിരുന്നു അല്ലേ? അതായത് റോസ്ലി ടീച്ചറെ എനിക്ക് പരിചയമുള്ള കാലം തുടങ്ങി ഒരു എന്താ പറയാ, ഒരു ചെറു പുഞ്ചിരിയോടുകൂടി, ഒരു നിഷ്കളങ്കമായ ഒരു മനസ്സോടുകൂടി നമ്മുടെ എല്ലാം കൂടെ നിൽക്കുന്ന, വലിയ തിക്കും നിരക്കൊന്നുമില്ലാതെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് ടീച്ചർ. അപ്പൊ റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ ടീച്ചറെ കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയത്, റിട്ടയർമെന്റ് ആയോ എന്ന് എനിക്കൊരു ചിന്ത വന്നു. പക്ഷെ ടീച്ചറെ കണ്ടു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ചെയ്യേണ്ട പ്രായമായിട്ടില്ല ടീച്ചറെ. ഇനിയും സമൂഹത്തിനും അതുപോലെ നമ്മുടെ ഈ സ്കൂളിനൊക്കെ
സ്നേഹിക്കാനും അതുപോലെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാനും ഒക്കെ നല്ലവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു. അതോടൊപ്പം ഇവിടെ കീർത്തി റിപ്പോർട്ട് നമ്മളെ കാണിച്ചു. പക്ഷെ അതിലെനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം സ്റ്റേജിൽ നമുക്ക് ഇരിക്കാൻ പറ്റാത്തത്ര ഇവിടെ ട്രോഫികളുണ്ട് അല്ലെ. നമ്മുടെ മക്കളുടെ വിജയമാണ് ഈ ട്രോഫികള്. വാർഡ് മെമ്പർ MP സുരേഷ് അധ്യക്ഷത വഹിച്ചു. KP കീർത്തി, സത്യപ്രകാശൻ, PTA പ്രസിഡന്റ് സൗമ്യ ഷൺമുഖൻ, സ്കൂൾ ലീഡർ അഭിജിത്ത്, പ്രധാന അധ്യാപകൻ AA ജോസ് എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപിക OP റോസരി മറുപടി പ്രസംഗം നടത്തി. മാള മെഡ്സ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ICT അക്കാദമി ഓഫ് കേരള, കേരള നോളജ് ഇക്കണോമി മിഷൻ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എന്നിവരുടെ സഹകരണത്തോടെ മെഡ്സ് പ്ലേസ്മെന്റ് ഡ്രൈവ് എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 17 ശനിയാഴ്ച മാള മെഡ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ രാവിലെ 9 മുതൽ 5 മണി വരെയാണ് തൊഴിൽമേള. +2 അതിനു മുകളിലും അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് സൗജന്യമായി അപേക്ഷിക്കാവുന്നതാണ്. പത്രസമ്മേളനത്തിൽ ഡോക്ടർ വർഗീസ് ജോർജ്, ഡോക്ടർ A സുരേന്ദ്രൻ, അക്കാദമിക് ഡയറക്ടർ ജെറിൻ ജോർജ് K എന്നിവർ പങ്കെടുത്തു. മാള മെഡ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് വെണ്ണൂർ IHDP കോളനിയിൽ ആരംഭിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് അംഗം സുനിത സജീവൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ അംബികാദേവിയമ്മ, അഡ്വക്കേറ്റ് റജോ ജോർജ്, N ലക്ഷ്മണൻ, വോളണ്ടിയർ ലീഡർമാരായ OP ഷഫീൽ ലാൽ, സഫല സിനു, ഗൗരി, അനിൽ ബാബു എന്നിവർ സംസാരിച്ചു. ഡിജിറ്റൽ സാക്ഷരത, ആന്റി ഡ്രഗ് ക്യാമ്പയിൻ, സ്നേഹാരാമം എന്നീ പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നടത്തുന്ന ക്യാമ്പ് ഫെബ്രുവരി 21 അവസാനിക്കും. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതിനായാണ് നിലവിൽ 102 നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതുകൂടാതെ സംസ്ഥാനത്തുള്ള 93 നഗരപ്രദേശങ്ങളിലായി 380 നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിൽ 42 ഇന്ന് സമർപ്പിക്കുക. നഗരങ്ങളിൽ ഉയർന്ന ചിലവിന്റെ പേരിൽ ആർക്കും ചികിത്സ പ്രാപ്യമാകാതെ പോയത് ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. MLA ഫണ്ടും കിഫ്ബി ഫണ്ടും തുല്യമായി വകയിരുത്തി 1.79 കോടി രൂപ ചിലവിലാണ് ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പ്രസന്ന അനിൽകുമാർ, പുത്തൻചിറ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി എന്നിവർ സംസാരിച്ചു. കണ്ണിക്കര പ്രവാസി അസോസിയേഷൻ ചാരിറ്റി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണിക്കര കാരേക്കാട്ടുചിറയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 5000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. ആളൂർ പഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പർ ഷൈനി വർഗീസ്, കൃഷി ഓഫീസർ ടീന സിമേദി എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു. കാപ്പ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. റിജോ ജോസ്, ചാരിറ്റി കൺവീനർ ജോയ് കളവത്ത്, ജോയിന്റ് കൺവീനർ പ്രജിത്ത് പരമേഷ് നടുവത്ര, ജെയ്സൺ ചുക്കിരിയാൻ, വിനു ഡേവിസ്, പെറ്റ്സൺ കണ്ണമ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. പുല്ലൂറ്റ് പാറയ്ക്കൽ ശ്രീ രക്തേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം ഭക്തിസാന്ദ്രമായി. ആഘോഷങ്ങളുടെ ഭാഗമായി വിഷ്ണുമായ സ്വാമിക്ക് കലശം, പൊങ്കാല, പ്രസാദൂട്ട്, എഴുന്നള്ളിപ്പ്, പന്തീരാഴി, തായമ്പക, അത്താഴപൂജ, കളമെഴുത്തും പാട്ടും എന്നിവ നടന്നു. ശ്രീവിദ്യാ ഗുരുകുലം ആചാര്യൻ ശിവദാസൻ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ PS രവീന്ദ്രൻ, PN ധർമ്മൻ, PN ബാലകൃഷ്ണൻ, PK തമ്പി, PC അനൂപ്, PR രഞ്ജിത്ത്, അജിത്, PS സജീഷ്, PR മണിലാൽ, വനജ, അജയൻ, PR വത്സല എന്നിവർ നേതൃത്വം നൽകി.
മാടവന തൈത്തറ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഗുരുതി മഹോത്സവം സമാപിച്ചു. ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി ശാന്തി, ക്ഷേത്രം ശാന്തി OV സന്തോഷ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വിശേഷാൽ പൂജ, അഷ്ടനാഗക്കളം, പണിക്കരച്ചന് കളമെഴുത്തും പാട്ടും, നടക്കൽ പറയെടുപ്പ്, പകൽപൂരം, അന്നദാനം, ഇരട്ടത്തായമ്പക എന്നിവ നടന്നു. ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് TV രതീഷ്, സെക്രട്ടറി TA അനൂപ് എന്നിവരും തൈത്തറ ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൊടകര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മല മെൻസ്ട്രുവൽ കപ്പ് വിതരണവും ബോധവൽക്കരണ ക്ലാസും നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK സ്മിത, വാർഡ് മെമ്പർമാരായ TV പ്രജിത്ത്, പ്രനില ഗിരീശൻ എന്നിവർ സംസാരിച്ചു. വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ കൊട്ടുവള്ളിക്കാട് SNM ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിന്റെ നവരസ നവതി ആഘോഷം 17 ശനിയാഴ്ച ആരംഭിക്കും. 1934 മുത്തകുന്നം ഹിന്ദുമത ധർമ്മ പരിപാലന സഭ സ്ഥാപിച്ച വിദ്യാലയം പിന്നീട് സർക്കാരിന് കൈമാറുകയായിരുന്നു. പണ്ഡിറ്റ് കറുപ്പൻ, സഹോദരൻ അയ്യപ്പൻ എന്നീ നവോത്ഥാന നായകന്മാരുടെ കർമ്മഭൂമിയാണ് കൊട്ടുവള്ളിക്കാട്. 2014 ഏറ്റവും നല്ല PTA അവാർഡ് ലഭിച്ചപ്പോൾ 2020 ജില്ലയിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ വിദ്യാലയത്തിനുള്ള അംഗീകാരം ലഭിച്ചു. സ്കൂളിന്റെ നവതി ആഘോഷവും ഉദ്ഘാടനവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും ശനിയാഴ്ച വൈകിട്ട് 4 നടക്കും. മന്ത്രി P രാജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അധ്യക്ഷനാകും. CS ജയദേവൻ, പ്രമോദ് മാലിങ്കര എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി മാലിങ്കര SNM കോളേജ് പരിസരത്തു നിന്നും വിളംബര ജാഥയും നടക്കും. 1 വർഷം നീളുന്നതാണ് നവതി ആഘോഷം. ഒല്ലൂർ ഫൊറോന പള്ളിയിലെ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്നും പണം കവർന്ന കപ്പ്യാർ അറസ്റ്റിൽ. ചീരാച്ചി സ്വദേശി തോമസ് ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഒക്ടോബർ 25 മുതൽ ഡിസംബർ 10 ഇടയിലായിരുന്നു മോഷണം. സംശയം തോന്നിയതിനെ തുടർന്ന് CCTV പരിശോധിച്ചപ്പോഴാണ് കവർച്ചയുടെ ദൃശ്യങ്ങൾ കാണുന്നത്. കപ്പ്യാർ ഭണ്ഡാരപ്പെട്ടി തുറന്ന് പണവും മറ്റും മോഷ്ടിക്കുന്നത് ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വിവരം ശ്രദ്ധയിൽപ്പെട്ട കപ്പ്യാരെ പള്ളി കമ്മിറ്റി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. പിന്നീട് ഒല്ലൂർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ഈ മാസം 29 വരേക്കും റിമാൻഡ് ചെയ്തു. ബേക്കേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് മെഡിക്കൽ ക്യാമ്പ് നടത്തി. ക്യാമ്പ് ഫുഡ് സേഫ്റ്റി ഓഫീസർ റിനി മോണിക്ക ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പത്മജൻ അധ്യക്ഷനായി. അസോസിയേഷൻ മണ്ഡലം ജനറൽ സെക്രട്ടറി കണ്ണൻ, എക്സിക്യൂട്ടീവ് മെമ്പർ മീന, സുരേഷ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. നീലക്കോഴികളുടെ ശല്യത്തിൽ പൊറുതിമുട്ടി കോട്ടാറ്റ് പാടശേഖരത്തെ കർഷകർ. കൂട്ടമായി എത്തുന്ന നീലക്കോഴികൾ നെൽക്കതിരുകൾ നശിപ്പിക്കുന്നത് കർഷകർക്ക് കനത്ത നഷ്ടമാണ് വരുത്തിവയ്ക്കുന്നത്. പെരുമ്പിലാവ് തിപ്പിലശ്ശേരിയിൽ സഹോദരിയെ കുത്തി പരിക്കേൽപ്പിച്ച 52-കാരൻ ആത്മഹത്യ ചെയ്തു. വാക്കുതർക്കത്തെ തുടർന്ന് സഹോദരൻ കത്തിയെടുത്ത് സഹോദരിയെ കുത്തുകയായിരുന്നു. മനോവിഷമത്തിൽ പിതാവ് മരിച്ചു. KPCCയുടെ സമരാഗ്നി യാത്രയ്ക്ക് ഫെബ്രുവരി 18 ചാലക്കുടിയിൽ സ്വീകരണം നൽകും. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിന് മുൻപിൽ വൈകിട്ട് 5 മണിക്കാണ് സ്വീകരണവും പൊതുസമ്മേളനവും നടക്കുക. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.